വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനിതാ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള മുട്ട ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 2 എണ്ണമൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഏലക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അടുത്തോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പഴമാണ് വാട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ പഴം ഞാനിതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം നിങ്ങളോ. ഇനിയിത് നമുക്ക് 2 വശവും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതേ പാനിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ നേരത്തെ ബാറ്ററിൽ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇതിലൊരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒരു 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അതും നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലായിട്ട് ആ ഒരു ബാക്കി വന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു 1/4 ഭാഗം ബാറ്റർ നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മേളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാകുമ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് അമർത്തി കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. നമ്മളെ വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അടിവശമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരുപാട് തിക്കായിട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊരു കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു തേങ്ങാക്കൂട്ടൊക്കെ വരുമ്പോൾ നല്ല കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. താങ്ക്